പേരാമ്പ്ര മണ്ഡലത്തിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമിന് സമീപത്തെ മെറ്റീരിയൽ റൂം തുറന്ന സംഭവത്തിൽ റിട്ടേണിംഗ് ഓഫീസർക്ക് ഗുരുതര വീഴ്ചയെന്ന ജില്ലാ കളക്ടർ റിപ്പോർട്ട് വരുന്നു. മറന്നുവെച്ച രേഖകൾ എടുക്കാനെന്ന വിശദീകരണം നിയമപരമായി നിലനിൽക്കില്ലെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നൽകിയ റിപ്പോർട്ടിലുള്ളത്. കമ്മീഷന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന വീഴ്ചയായി സംഭവം മാറി എന്നും റിപ്പോർട്ടിലുണ്ട്. വർഷ ഗിരീഷാണ് കോഴിക്കോട് വിവരങ്ങളുമായി ചേരുന്നത്. വർഷ, ഈ വലിയ വിവാദമുണ്ടായതിനു പിന്നാലെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കളക്ടറോട് റിപ്പോർട്ട് തേടിയത്. വലിയ വീഴ്ചയുണ്ടായിട്ടില്ല എന്നാണ് നേരത്തെ ഇന്നലെ കളക്ടറും ഡെപ്യൂട്ടി കളക്ടറും ആർഒയും എല്ലാം പറഞ്ഞതെങ്കിൽ പോലും ആർഒയ്ക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നൊരു റിപ്പോർട്ട് ഇപ്പോൾ കളക്ടറുടെ ഭാഗത്ത് നിന്ന് വരികയാണ്. എന്താണ് അതിന്റെ മറ്റു വിശേഷങ്ങൾ, മറ്റ് ഉള്ളടക്കങ്ങൾ, മറ്റ് വിവരങ്ങൾ? അതേ ദിൽന, അമൽ, പ്രധാനമായും ഇതിൽ എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് ഈ റിട്ടേണിംഗ് ഓഫീസർക്ക് ഗുരുതര വീഴ്ച പറ്റിയെന്നുള്ളതാണ് ജില്ലാ കളക്ടർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നൽകിയിട്ടുള്ള ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിൽ പറയുന്ന മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ: മറന്നുവെച്ച രേഖകൾ എടുക്കാൻ എന്ന വിശദീകരണം നിയമപരമായി നിലനിൽക്കില്ലെന്നും കമ്മീഷന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന വീഴ്ചയായി മാറിയെന്നുള്ള കാര്യമാണ് പ്രധാനമായും ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ അടിസ്ഥാന ചട്ടങ്ങൾ പോലും മറന്ന മട്ടിലാണ് ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചത്. രേഖകൾ സൂക്ഷിച്ച മുറിയാണ് തുറന്നതെന്ന ഉദ്യോഗസ്ഥന്റെ വിശദീകരണം തൃപ്തികരമല്ല. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ അറിയിച്ചിരുന്നുവെന്നത് തെളിയിക്കാനായിട്ടില്ല. വിശദമായ അന്വേഷണം വേണ്ടിവരുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ജില്ലാ കളക്ടർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ 2 ദിവസത്തിനുള്ളിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും ജില്ലാ കളക്ടർ പറയുന്നുണ്ട്. എന്തായാലും കൂടുതൽ ഗുരുതരമായ കാര്യങ്ങളിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ പറഞ്ഞിരുന്നത് യാതൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല, എല്ലാ പ്രതിനിധികളെയും കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു അല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞിരുന്നു എന്നുള്ള കാര്യമാണ്. എന്നാൽ ഇപ്പോൾ നിലവിൽ ഈ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് പ്രകാരം ഗുരുതര വീഴ്ച പറ്റിയെന്നുള്ള കാര്യമാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇനി നടപടിയെടുക്കണമെന്നുള്ളതാണ് പ്രധാനമായും UDFന്റെ ആവശ്യം. ഇത് സംബന്ധിച്ച് ഇന്ന് ഇവർ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാറും അതേപോലെ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള MA റസാഖും ജില്ലാ കളക്ടറെ കാണുന്നുണ്ട്. എന്തായാലും പരാതിയിൽ നടപടിയെടുക്കണമെന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. ശരി, വർഷ ഗിരീഷാണ് കോഴിക്കോട് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പേരാമ്പ്രയിലെ ഈ വിവാദം അത് അവസാനിക്കുന്ന മട്ടില്ല. പ്രത്യേകിച്ചും ആർഒയ്ക്ക് ഗുരുതരമായ ഒരു വീഴ്ച സംഭവിച്ചു എന്ന രീതിയിൽ റിപ്പോർട്ട് ജില്ലാ കളക്ടർ നൽകുക കൂടി ചെയ്ത പശ്ചാത്തലത്തിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.